ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. സ്ത്രീകൾ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ സഹധർമ്മിണി സൃഷ്ടിക്കുന്ന ലൈംഗിക ശേഷിക്കുറവിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത്. ടോൾസ്റ്റോയ് ഒരിക്കൽ പറയുകയുണ്ടായി, പുരുഷന് എല്ലാം അതിജീവിക്കുവാൻ കഴിയും. മഹാമാരികളെ, യുദ്ധങ്ങളെ, ബിസിനസ് പരാജയങ്ങളെ എല്ലാം അതിജീവിക്കുവാനുള്ള കഴിവ് പുരുഷനുണ്ട്. എന്നാൽ കിടപ്പറയിലുണ്ടാകുന്ന പരാജയത്തെ അതിജീവിക്കുവാനുള്ള കഴിവ് പുരുഷനില്ല. അപ്പോൾ കിടപ്പറയിൽ ഏതെങ്കിലും പരാജയം സംഭവിക്കുകയാണെങ്കിൽ പുരുഷൻ തളർന്നു പോകുന്നു, തൻ്റെ അസ്തിത്വത്തെ തന്നെ അത് ബാധിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നുന്നു. ഇനി സ്ത്രീകൾ ഏതെല്ലാം രൂപത്തിലാണ് ലൈംഗിക ശേഷിക്കുറവ് പുരുഷനിൽ സൃഷ്ടിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സാധാരണഗതിയിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ആഗ്രഹം ഉടലെടുത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് പുരുഷന് തയ്യാറാകുന്നില്ലെങ്കിൽ ഇവർ കലഹത്തിലേക്ക് പോകുന്നതായി കാണാം. അത് പല രൂപത്തിൽ വരാം. നേരിട്ടുള്ള കലഹമാകാം, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കുറ്റപ്പെടുത്തലാകാം. അതുപോലെ തന്നെ മറ്റു വ്യക്തികളുടെ മുമ്പിൽ വെച്ച് ഇദ്ദേഹത്തെ കഴിവില്ലാത്തവനെന്ന് ഇൻസൾട്ട് ചെയ്യുന്ന, അപമാനിക്കുന്ന ഒരവസ്ഥയും കണ്ടുവരാറുണ്ട്. ഒരു പ്രായം കഴിയുമ്പോൾ, ഒരു 40-45 വയസ്സാകുമ്പോൾ സാധാരണഗതിയിൽ പുരുഷന്മാർക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ബാധിക്കുകയും അറിയപ്പെടാതെ അസുഖം ശരീരത്തിനുള്ളിൽ നിലനിൽക്കുകയും ചെയ്യുകയും അവർക്ക് അത് ലൈംഗിക ശേഷിക്കുറവായി പ്രതിഫലിക്കുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെ വരുന്ന ഏതെങ്കിലും ഒരവസ്ഥയിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് ബിസിനസ് സംബന്ധമായതോ ജോലി സംബന്ധമായതോ മറ്റേതെങ്കിലും പിരിമുറുക്കം അനുഭവപ്പെടുന്ന ഒരവസ്ഥയിൽ ചിലപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ലൈംഗിക ശേഷി വേണ്ടത്ര ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ചില കമൻറ്റുകൾ വരും, ഇതൊന്നിനും കൊള്ളില്ല, നിങ്ങളെക്കൊണ്ട് എന്താ പ്രയോജനം എന്നുള്ളൊരു ചോദ്യം വരും. ഈ ഒരൊറ്റ ചോദ്യം മതി വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് ലൈംഗികമായി ശേഷിക്കുറവിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ. എന്ന് പറഞ്ഞാൽ അടുത്ത തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ഭയപ്പാട് വരികയാണ്, ബന്ധപ്പെട്ടാൽ ശരിയാകുമോ ശരിയാകില്ലയോ എന്നുള്ളത്. ഈ ശരിയാകുമോ എന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചോദ്യം മൂലം ലൈംഗിക ശേഷി വീണ്ടും ഇല്ലാണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേസമയത്ത് ഈ സ്ത്രീ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ശേഷിക്കുറവ് അനുഭവപ്പെട്ടിരുന്നെങ്കിലും അത് അപ്പോൾ പറയാതിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ടാമത്തെ തവണ ബന്ധപ്പെടുമ്പോൾ മാനസിക പിരിമുറുക്കമോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ പിരിമുറുക്കമോ ബിസിനസ് പിരിമുറുക്കമോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നല്ല രീതിയിൽ ബന്ധപ്പെടാൻ കഴിയുന്ന വ്യക്തിയാണ് ഈ ഒരൊറ്റ വാചകം കൊണ്ട് ലൈംഗിക ശേഷിക്കുറവിലേക്ക് ആ സ്ത്രീ തള്ളിവിട്ടിരിക്കുന്നത്. അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അവർ ആത്മാർത്ഥമായി അങ്ങനെ അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്താണ് ഇതിനുള്ള പരിഹാരം? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. ഈ ഒരു പ്രായം കഴിയും തോറും, അതായത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം മറ്റ് അസുഖങ്ങൾ ബാധിക്കുകയാണെങ്കിൽ ലിംഗം ഉയർന്നു വരേണ്ടതുണ്ട്. അതിന് വേണ്ടത്ര ദൃഢത കൈവരിക്കുവാൻ കഴിയില്ല. അങ്ങനെ ദൃഢത കൈവരിക്കുവാൻ കഴിയാത്ത വ്യക്തിയെ ഈ രീതിയിൽ അപമാനിക്കുകയും കൂടി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസ്തിത്വത്തെ ബാധിക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കുകയും കൂടി ചെയ്യുമ്പോൾ വീണ്ടും ലൈംഗിക ശേഷി നഷ്ടപ്പെടുമെന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ രത്ന ചുരുക്കം. ഈ സ്ത്രീകളെ കൗൺസിൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതേതെങ്കിലും ഒരു സാധാരണ രീതിയിൽ ഇത്തരം സംഭവങ്ങളുണ്ടാകുമ്പോൾ വയാഗ്ര പോലുള്ള ഏതെങ്കിലും ഗുളികകൾ വാങ്ങിക്കഴിക്കുവാൻ പുരുഷൻ നിർബന്ധിതനാകുന്നു. അദ്ദേഹം മെഡിക്കൽ ഷോപ്പിൽ പോയി ഏതെങ്കിലും ഒരു ഗുളിക കഴിക്കുന്നു. അടിസ്ഥാന പ്രശ്നം പരിഹരിക്കപ്പെടാതെ വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുമ്പോൾ സമയക്കുറവായിട്ടാണ് അത് അനുഭവപ്പെടാറ്. അതായത് ആദ്യം ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവായിട്ടല്ല, സമയം ഇതിനു മുമ്പ് കിട്ടിയിരുന്നത് 5-10 മിനിറ്റ് കിട്ടിയിരുന്നത് ഒരു 2-3 മിനിറ്റിലേക്ക് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ. ഈ അവസ്ഥയിലും സ്ത്രീകൾ സാധാരണഗതിയിൽ പുരുഷനെ കുറ്റപ്പെടുത്തുന്നതായി കാണുന്നുണ്ട്. ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ വീണ്ടും ഇദ്ദേഹത്തിന് ലൈംഗിക ശേഷിക്കുറവാണ് അനുഭവപ്പെടുക, സമയക്കുറവല്ല, ലൈംഗിക ശേഷിക്കുറവാണ് അനുഭവപ്പെടുക. ഇനി സ്ത്രീകളുടെ ഭാഗത്തിൽ നിന്ന് പുരുഷൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചില പ്രവർത്തനങ്ങൾ നടക്കാതെ വരിക, അതായത് എപ്പോഴും ഒരു അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് വഴങ്ങാതെ വരിക. ഇത് ലൈംഗികമായിട്ടുള്ളത് മാത്രമല്ല, മറ്റു രീതിയിലുള്ളതുമാകാം. അങ്ങനെ വരുന്ന അവസ്ഥയിലും അദ്ദേഹത്തിന് സ്ത്രീകളോട് നീരസം വരുന്ന ഒരവസ്ഥ വരാറുണ്ട്. അതും ലൈംഗിക ശേഷിക്കുറവിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ആ നീരസം വരുന്നത് സാധാരണഗതിയിൽ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിൻ്റെ പ്രശ്നമാകാം. എന്തു തന്നെയായാലും ശരി, ഇത് അവസാനം പരിണമിക്കുന്നത് ലൈംഗിക ശേഷിക്കുറവായിട്ടായിരിക്കും. അപ്പോൾ വീണ്ടും ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുമ്പോൾ ഈ സ്ത്രീ നിങ്ങൾ എന്നെ വിളിക്കേണ്ട അല്ലെങ്കിൽ എതിർത്തുകൊണ്ടിരിക്കും.
ഞാൻ വരില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ദുരനുഭവം കൊണ്ടാണ്. ആ ദുരനുഭവം വീണ്ടും വീണ്ടും ലൈംഗിക ശേഷിക്കുറവിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇനി ലൈംഗികമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ ഒരു ഭാര്യ ഭർത്താക്കന്മാർ 10, 20, 25 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ലൈംഗികതയോടുള്ള താല്പര്യമുണ്ടെങ്കിൽ കൂടി പഴയ പോലെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ കഴിയുകയില്ല. രണ്ട് കൂട്ടരും ഒരേപോലെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അത്രയും ബാധിക്കില്ല. ജോലിക്ക് പോകാത്ത സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗികത മാത്രമായിരിക്കും ജീവിതത്തിൽ എന്തെങ്കിലും ആനന്ദം ലഭിക്കുന്നത്. അതേസമയത്ത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ജോലി ഭാരമുണ്ട്, ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സിൻ്റെ ഭാരമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ലൈംഗികതയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അതിന് കഴിയാതെ വരാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിലും മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം വീണ്ടെടുക്കുവാൻ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലൈംഗിക ബന്ധത്തിലേക്ക് പോകാവൂ. ഇനി ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വൃത്തിഹീനമായ ഇടപാടുകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട്. അതായത് ദിവസവും കുളിക്കേണ്ട സമയത്ത് കുളിക്കാതിരിക്കുക, ആ രീതിയിലുള്ള ചിലപ്പോൾ വായനാറ്റം ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ആ രീതിയിലല്ല, പുരുഷന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള വസ്ത്ര രീതികളും അങ്ങനെയുള്ളതുമൊക്കെ വരുമ്പോൾ ലൈംഗിക ശേഷിക്കുറവ് പുരുഷനിൽ സൃഷ്ടിക്കാറുണ്ട്. അത് താൽക്കാലികമാണെങ്കിൽ കൂടി അതിന് പരിഹാരം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നില്ലെങ്കിൽ അത് നിരന്തരം ലൈംഗിക ശേഷിക്കുറവിലേക്ക് പോകാറുണ്ട്. ഇനി പുരുഷനെ ഓഫീസിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും സ്ത്രീകളെ ചേർത്ത് അപമാനിക്കുന്ന അവസ്ഥ ചില സ്ത്രീകൾ, അതായത് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നുണ്ട്, ഞാൻ പറയുന്നതൊന്നും ചെയ്തു തരുന്നില്ല, നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അവരോടാണ്, അല്ലെങ്കിൽ ബന്ധുക്കളെ ചേർത്ത് അങ്ങനെ പറയുക. ചിലപ്പോൾ ഞങ്ങൾക്കിവിടെ ഒരു അനുഭവം ഉണ്ടായി. അതായത് ഒരു 50 വയസ്സുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ കുട്ടിക്ക് എന്തൊക്കെയോ വാങ്ങിക്കൊടുത്തതിന് 3 ദിവസം മിണ്ടാതിരിക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗിക ബന്ധത്തിന് സമ്മതിക്കാതിരിക്കുക. ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പുരുഷന് ലൈംഗിക ശേഷിക്കുറവുണ്ടാവും. അപ്പോൾ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുന്നതിൻ്റെ കാരണം ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. രക്തസംബന്ധമായതോ ഹോർമോൺ സംബന്ധമായതോ ന്യൂറോൺ സംബന്ധമായതോ ആയിരിക്കാമെന്നുള്ളത്. അതിൻ്റെയും അപ്പുറത്തേക്ക് തലച്ചോർ എന്നൊരു ഭാഗമുണ്ട്. അവിടെ നിന്ന് വരുന്ന ചില സിഗ്നലുകൾ, അവിടെ നിന്ന് വരുന്ന ചില സിഗ്നലുകൾ നമ്മുടെ ലിംഗത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അത് വേണ്ട രീതിയിൽ അവിടുന്ന് പ്രവർത്തിക്കാതെ വരുന്ന ഒരവസ്ഥ ഈ രീതിയിൽ സംഭവിക്കുകയാണെങ്കിൽ ഉണ്ടാവും. അങ്ങനെ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുകയാണെങ്കിൽ സൈക്കോതെറാപ്പിയാണ് അതിന് ഏറ്റവും നല്ലത്. കൗൺസിലിംഗ് നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ തുടക്കത്തിൽ എന്തുകൊണ്ടാണ് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടായത് എന്നുള്ളത് പരിശോധിച്ചറിയേണ്ടതുണ്ട്. അത്തരം പരിശോധനകൾ കൂടി അതിനും പരിഹാരം കണ്ടെത്തണം. ദമ്പതിമാരുടെ, അതായത് രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി സെപ്പറേറ്റായിട്ടും കൗൺസിൽ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് നാം ആദ്യം ചെയ്യേണ്ടത്. ISRM ഇത്തരത്തിലുള്ള എല്ലാ ചികിത്സകളും നൽകുന്നുണ്ട്. നിങ്ങളുടെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് എല്ലാ പരിഹാരവും നൽകുന്ന ഒരു സ്ഥാപനമാണ് ISRM. ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുവാൻ, ലൈംഗികതയെക്കുറിച്ചുള്ള ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ISRM എന്ന് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഇവിടെ നമ്പർ നൽകിയിട്ടുണ്ട് 7902700700. പിന്നെ നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.